സെൽഫ് ലവിൻ്റെ കാര്യം അന്വേഷിച്ചാണല്ലോ നിങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഈ ഒരു 5-6 കൊല്ലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾക്കത് കേട്ടിട്ട് ശരിയാണോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ അനുഭവം വെച്ചിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് നമ്മൾ വിശ്വസിച്ച് പോകുന്ന എല്ലാ സിദ്ധാന്തങ്ങളിലും ഇഷ്ടം പോലെ മായം ചേർത്തിട്ടുണ്ട്. അതിന് ഏത് സിദ്ധാന്തമാണേലും നമ്മൾ വിശ്വസിച്ച് പോകുന്ന എല്ലാ മതപരമായിട്ടുള്ള എല്ലാ മതങ്ങളിലെ ഗ്രന്ഥങ്ങളിലും എല്ലാ മതപരമായ വിശ്വാസങ്ങളിലും മായമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ പൊങ്ങി വന്ന ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനത്തിലും. അതിനകത്തും ആരൊക്കെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ മായം ചേർത്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം, ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോയിൽ പറയുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടേക്കുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ആൾക്കാർ മുഖവിലക്കെടുക്കൂ. അപ്പോൾ ഒരു തെറ്റ് 10 പേര് ശരിയാണെന്ന് പറഞ്ഞാൽ 11ാമത്തവനും ശരിയാണെന്ന് ധരിക്കപ്പെടും. അതാണ് ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇന്നലെ എന്നോടൊരാൾ ചോദിച്ചൊരു ചോദ്യമാണ് ഈ സെൽഫ് ലവിനെ കുറിച്ച്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ സെൽഫ് ലവിനെ കുറിച്ച് ഞാൻ ചെയ്തേക്കുന്ന മറ്റ് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്താൽ കാണാം. അന്നും ഇന്നും എനിക്കിതിനെപ്പറ്റി ഒറ്റ അഭിപ്രായമുണ്ട്. കാണുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നതല്ല സെൽഫ് ലവ്. നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുന്നതോ കുറേ യാത്ര ചെയ്യുന്നതോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ശീലമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നിങ്ങളുടെ ഒരു താല്പര്യമാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. നേരെ മറിച്ച് അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിച്ച് അവനവൻ്റെ കയ്യിൽ തിരിച്ചടയ്ക്കാനുള്ള, റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്ത ഒരാൾ അയ്യോ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ചാടുന്നവർ അല്പജ്ഞാനികളാണ്. ആ അല്പജ്ഞാനികൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്, വെള്ളം കുടിച്ചിട്ടുമുണ്ട്. കാരണം ആ ടേം തന്നെ നോക്ക്, സെൽഫ് ലവ്. നമുക്ക് ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമുക്ക് ഓരോന്നിനോടും ഭ്രമം തോന്നാൻ കാരണം എന്താ? ഇതൊരു മായാലോകമാണെന്നൊക്കെയാണല്ലോ പലരും പറയുന്നത്. ശരി, ഈ മായാലോകത്ത് നമുക്ക് എല്ലാത്തിനോടും ഒരു ഭ്രമം എപ്പോൾ തോന്നുന്ന? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരാളുടെ കാര്യം കണ്ടിട്ട് തോന്നിയ ഭ്രമമല്ല. ഞാൻ എൻ്റെ 1-ലോ 2-ലോ തോന്നിയിരിക്കുന്ന ഭ്രമങ്ങളാണ് ഇപ്പോഴും ശീലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ശീലമാണ്, അല്ലാണ്ട് പെട്ടെന്ന് തുടങ്ങിയ ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരുപാട് കാര്യത്തിനോട് ഭ്രമം ഉണ്ടാവാം, ആഗ്രഹം ഉണ്ടാവാം, നമ്മൾ നേടിയെടുക്കും, അത് വേറെ. പക്ഷേ അതിനർത്ഥം സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ കടത്തിൽ നിന്നാലും നമ്മൾ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതല്ല സെൽഫ് ലവ്. സെൽഫ് ലവ് സിമ്പിൾ. അതായത് സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമ്മുടെ സോളാണ്. ആത്മാവിൻ്റെ ഇഷ്ടം, ആത്മാവിൻ്റെ സ്നേഹം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ലോകത്തെ ഏറ്റവും പാട്. കാരണം അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആരുടെയും മുന്നിൽ റിവീൽ ആവുന്ന കാര്യമല്ല. ഓക്കെ, അപ്പം ഈ സെൽഫ് ലവ് എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ, ആത്മാവ്, ഞാനിതൊക്കെ എൻ്റെ വീഡിയോകളിൽ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം ഇത് പറഞ്ഞല്ലോ, നമുക്ക് ഇനിയിപ്പം എനിക്ക് ആരെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞതെല്ലാം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയായതുകൊണ്ട് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർ അങ്ങനെ മനസ്സിലാക്കിയോട്ടെ. കാരണം എനിക്കിനി ആരെയും വിശ്വസിപ്പിച്ച് കഷ്ടപ്പെട്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കൂ എന്ന് ശഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എൻ്റെ ലൈഫിൻ്റെ ഗ്രോത്ത് വിസിബിളാണ് എല്ലാവർക്കും. സോ ഞാൻ മനസ്സിലാക്കിയത്, ആത്മാവിന് വേണ്ടത് ഒരു വ്യക്തി ചെയ്യുന്നതാണ് സെൽഫ് ലവ്. അത് ഒരു വ്യക്തി കൃത്യമായിട്ട് ചെയ്താൽ അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിന് ഈ ഭൂമിയിൽ ആൾക്കാർ പറയുന്ന ഒരു തിയറിയും ബാധകമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിന് സാമ്പത്തിക വിദഗ്ധൻ പറയുന്ന തിയറിക്ക് എതിരായിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും. അവർ പറയുന്ന അനുസരിച്ചൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത് ഒരു കാര്യത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മനസ്സിലാക്കുന്നത് ഒരു സിസ്റ്റം പഠിച്ച് വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം പടച്ച് വെച്ചേക്കുന്നതല്ല
ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ എന്ന് പറയുന്നത്. പ്രപഞ്ച നിയമം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അത് ഈ പ്രപഞ്ചത്തിനെ പറഞ്ഞില്ലേ, നമ്മൾ യൂണിവേഴ്സൽ ലോസിനെയും യൂണിവേഴ്സിനെയും കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ചിന്ത എന്തോ അത് റിയാലിറ്റിയായി മാറും. അപ്പോൾ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചേക്കുന്ന പലതും തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും, മനസ്സിലായി? അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇങ്ങനെ സംഭവിക്കൂ എന്ന് പറയുന്നതിനെ അടക്കം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. അതായത് വേറൊരു മനുഷ്യൻ ഉണ്ടാക്കിയേക്കുന്ന നിയമം അനുസരിച്ച് മാത്രമല്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവും. അതുണ്ടാവുന്നതിൻ്റെ മാനദണ്ഡം വളരെ സിമ്പിളാണ്. സോളിന് വേണ്ടത് ഒരു വ്യക്തി ചെയ്യുമ്പോൾ അവരുടെ മനസ്സിന് സന്തോഷിക്കാനുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ആവും. ഞാനിത് ഇടയ്ക്ക് നിങ്ങളെൻ്റെ ഷോർട്സൊക്കെ നോക്കിയാൽ മതി. ഞാനൊരു വളരെ സിമ്പിൾ വാചകം പണ്ടും പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന് വേണ്ടതിനെ മനസ്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സിന് സന്തോഷം കിട്ടുന്നത് ആത്മാവ് ക്രിയേറ്റ് ചെയ്യും. നേരെ തിരിച്ച് ആത്മാവിന് വേണ്ടതിനെ മനസ്സ് തട്ടിക്കളയുമ്പോൾ മനസ്സിന് ദുഃഖിക്കാനുള്ളത് ആത്മാവ് ക്രിയേറ്റ് ചെയ്യും. ഇത് പറഞ്ഞില്ലേ, സോളിനെ കുറിച്ച് ഒരു സാധാരണ ആൾക്കാരന് ഇപ്പോൾ അതൊക്കെ അറിയണോ, അറിഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ വേണേൽ തർക്കിക്കാൻ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ ഒരു സിസ്റ്റത്തെക്കുറിച്ചോ അല്ലെ ഒരു ലോയെക്കുറിച്ചോ നമ്മൾ സംസാരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യണം. അല്ലാണ്ട് കുറച്ച് ഞാൻ എടുത്തു, കുറച്ച് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവും. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ചിന്ത എന്തോ അതാണ് റിയാലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്ന ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ടേം വേറെ ഇല്ല. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ കണ്ണി കാണുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ തെണ്ടിക്കുത്തോളം എടുത്തിട്ട് ഓരോന്നും ചെയ്തു കൂട്ടുന്നതല്ല. നിങ്ങളുടെ സോളിന് സന്തോഷം. നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ കാട് കയറി പറഞ്ഞാൽ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണോ അത് ഒരു പർട്ടിക്കുലർ പ്രായത്തിൽ മാത്രമല്ല പർപ്പസ് എന്ന് പറയുന്ന സാധനം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നിടം വരെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അതാത് ദിവസം ചെയ്യേണ്ട പർപ്പസുകൾ നിരവധിയുണ്ട്. അത് മനസ്സിലാക്കി ചെയ്യുന്നതെല്ലാം പർപ്പസാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലെ വലിയ വലിയ ബ്ലോക്കുകൾ മാറി കിട്ടും. സീരിയസ്ലി ഞാൻ ഈ പറയുന്നത് കുറച്ച് ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് മനസ്സിലാവും. വളരെ പെരിഫറൽ ലെവലിൽ നിൽക്കുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അറ്റ്ലീസ്റ്റ് എന്നെ ഫോളോ ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത്, വർഷങ്ങളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവർ, നിങ്ങൾ ഇനിയെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അതിനേക്കാളും പാടാണ്. രണ്ടും കൽപ്പിച്ചൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ പറഞ്ഞില്ലേ, അത് ഒരാളുടെ താല്പര്യം, നിങ്ങൾക്ക് അതിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, ഫയർ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു ഈസി മട്ടിൽ നിൽക്കുന്ന വ്യക്തിക്കൊന്നും അങ്ങനെ ഈസി ആയിട്ടൊന്നും അപ്രോച്ചബിൾ അല്ല. പറഞ്ഞില്ല, നമ്മളുടെ ഫയർ നല്ലതാണെങ്കിൽ, നമ്മളുടെ നമ്മുടെ ഉദ്ദേശം പറഞ്ഞില്ല, എൻഡ് റിസൾട്ട് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണെങ്കിൽ, തുടക്കത്തിലെ മാർഗ്ഗം ഇച്ചിരി കല്ലുമുള്ളൊക്കെ ആണെങ്കിലും ഔട്ട്പുട്ട് തന്നായിരിക്കും. നേരെ മറിച്ച് ഇപ്പോഴത്തെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയിട്ട് പലരും പല കാര്യങ്ങളും ചെയ്യും. അത് അവസാനിക്കുന്നതെല്ലാം അങ്ങേയറ്റം ദുഃഖത്തിലുമായിരിക്കും. സോ സെൽഫ് ലവ് ഡസിൻ മീൻ സെൽഫ് ലവിൻ്റെ യഥാർത്ഥ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, സാറേ അപ്പോൾ എന്താണ് എൻ്റെ സോളിൻ്റെ? ഞാൻ പറഞ്ഞല്ലോ, അത് ഇങ്ങനൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനൊരു ഡെഡിക്കേഷൻ വേണം, അതിന് കമ്മിറ്റ്മെൻറ്റ് വേണം, അതിന് ക്ഷമ വേണം, പേഷ്യൻസ് വേണം. പിന്നെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ചെയ്യുമ്പോഴേ ഉള്ളൂ പതുക്കെ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കർമ്മയാണോ നിങ്ങളുടെ ആത്മാവാണോ എന്നുള്ള ഒരു വെളിപാടിലേക്കൊക്കെ വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു പോയിന്റ് മനസ്സിലാവും, ചേട്ടാ ഇത് മുഴുവനും എന്നെക്കൊണ്ട് തോന്നിപ്പിച്ച കർമ്മയായിരുന്നോ? അപ്പോൾ നിങ്ങളുടെ കർമ്മയെക്കുറിച്ച്, കർമ്മ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും പല യൂട്യൂബ് ചാനലിലും പറയുന്നൊന്നുമല്ല കർമ്മയുടെ കോൺസെപ്റ്റേ പറഞ്ഞില്ല. ഇനിയിപ്പം ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കാവുന്നേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കാം, അത്ര ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ എനിക്കൊരു കാലഘട്ടത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നേ, ലോകത്ത് എല്ലാവരും നന്നാക്കാവുന്നത്. ഞാൻ
ഇപ്പം ഈ വീഡിയോ ഒരു വർഷം ഞാൻ ഗ്യാപ്പ് എടുത്തില്ലേ, ആ സമയത്ത് എൻ്റെ റിയലൈസേഷനാണ് നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ പറ്റില്ല. നന്നാക്കണമെന്നുമില്ല, പറഞ്ഞില്ല, അർഹതയുള്ളവരിലേക്ക് എത്തട്ടെ. അല്ലാത്ത ആൾക്കാർ ഇത് കേട്ട് തള്ളും, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ വിമർശിക്കും, തെറി പറയും, കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ വേറെ പലതും പറയും. അത് പറഞ്ഞില്ല, അതാണ് ലോകം. അപ്പോൾ അങ്ങനെയുള്ള ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത്, ഞാനത് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു. എനിക്കൊരു പോയിൻ്റ് ഉണ്ട്, എൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഞാൻ പറയുന്ന കേൾക്കും, ഞാൻ മനസ്സിലാക്കുമെന്നൊക്കെ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. പിന്നെ കാലം എന്നെ തെളിയിച്ചു അങ്ങനെയൊന്നുമില്ല. നിങ്ങളെന്ന് പറയുന്നത് മറ്റ് പലരെ പോലെ ഒരാൾ, അത്രേ ഉള്ളൂ. അത് ശരിയാ, ഞാനത് പറഞ്ഞില്ലേ, ഞാൻ ആലോചിച്ചപ്പം അല്ലാണ്ട് എന്നോട് സ്പെഷ്യൽ കൺസിഡറേഷനോ സ്നേഹമോ ഒന്നും ആർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നില്ല കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തിരിച്ചടി കിട്ടിയപ്പോഴാണ് ഞാനും ശരി, സൊസൈറ്റി ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരും മതി, എല്ലാവരെയും യൂട്യൂബിലൂടെ നന്നാക്കാമെന്ന് ഞാൻ വിചാരിച്ചാലും അത് സംഭവിക്കണമെന്നില്ല എന്നൊക്കെയുള്ള റിയലൈസേഷനിലേക്ക് ഞാൻ എത്തി. ഓക്കെ, അപ്പോൾ കാട് കയറുന്നില്ല, പതുക്കെ ഓരോ ദിവസവും ഓരോ ടോപ്പിക്സ് പറയാം. സെൽഫ് ലവ് നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്ന കാര്യമേ അല്ല. സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതും വാങ്ങിച്ച് മുടിക്കുന്ന പരിപാടിയല്ല. സോളിന് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നതാണ്. സോളിന് വേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഹിൻഡ് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ലൈഫിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ്, യു ഹാവ് ടു ഒബ്സർവ് ദാറ്റ്. നിങ്ങളുടെ ലൈഫിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിനെ കൊണ്ടുവരുന്നത് സോളാണ്. അവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസിനെ സൃഷ്ടിക്കുന്ന നിങ്ങളുടെ മൈൻഡുമാണ്. മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഈ ലോകത്തിൽ നിന്നും നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്തേക്കുന്നതാണ് ഡേറ്റ. ആ മൈൻഡ് സോളിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ എലിവേറ്റഡ് ആയാലേ മനസ്സിലാവും. അപ്പം സോള് പറയുന്ന പലതും ചിലപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെടാത്തതോ അംഗീകരിക്കാനോ പറ്റാത്ത കാര്യമായിരിക്കാം, കാരണം പഠിപ്പിച്ച് വെച്ചേക്കുന്നതാണല്ലോ. സോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് യു ഹാവ് ടു ഒബ്സർവ് ദാറ്റ്. ആ റിപ്പീറ്റഡ് സിറ്റുവേഷൻസിന് ഒരുപാട് അർത്ഥമുണ്ട്. പക്ഷേ പറഞ്ഞില്ല, അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ഉയർച്ചയും ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.